മലയാളികൾ ഹിന്ദിക്കാരായ കാലമാണല്ലോ ഇപ്പോൾ. ദൈനംദിന ഇടപെടലിലെ ഹിന്ദി പഠിക്കുന്ന ഒരു കുടുംബത്തിലേക്കാണ് നമ്മുടെ റിപ്പോർട്ടർ TS ഹരികൃഷ്ണൻ അങ്ങോട്ട് ചെന്ന് കയറിയത്. ചേട്ടാ, ഇന്നലെ നമ്മള് പഠിച്ചു നിർത്തിയില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് വരും എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? ഇതറാവൂ. അപ്പൊ അതൊക്കെ ആണല്ലോ. എങ്കിൽ 1 കിലോ സവാള വേണം ഹിന്ദിയിൽ എങ്ങനെയാ പറയാ? 1 കിലോ സവാള ദീദി. സവാള അല്ല ഉണ്ണിച്ചേട്ടാ, സവാളയുടെ ഹിന്ദി എന്താ? അറിയില്ല. പ്യാസ്. എത്ര തവണ പറഞ്ഞു തരണം സവാളയുടെ ഹിന്ദി? പ്യാസ്. 1 കിലോ പ്യാസ് ചാഹിയേ. അതുവരെ ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിലേ ഈ തെങ്ങിന് എന്താ ഹിന്ദി പറയാ? നാരി. ഏത് നേരവും പെണ്ണുങ്ങളെ പറ്റിയുള്ള ചിന്തയേ ഉള്ളൂ. നാരിയൽ കാ പേട്. എന്താ? നാരിയൽ കാ പേട്. അപ്പൊ ഉണ്ണിച്ചേട്ടാ, ഈ അരിയെ എന്താ ഹിന്ദി പറയാ? അരിക്ക് ചാവൽ. അരി എന്താ പറയാ? ചാവൽ. അപ്പൊ ഈ ഗോതമ്പ് എന്ന് പറയുന്ന പടക്കോഴി ആയിരിക്കും? ചുമ്മാതല്ല. അരി വാങ്ങിക്കാൻ പറഞ്ഞു വിട്ട സുലേഖ അരി വാങ്ങിച്ച് വീട്ടിൽ. അരിയെന്നല്ലേ വാങ്ങിച്ചോണ്ട് വന്നത്? അരി എന്ന് പറഞ്ഞാ നമുക്ക് വേണ്ട അരി വേണ്ടേ? ഉണ്ണിച്ചേട്ടോ, എന്താ പ്രശ്നം? ഇവിടെ കഥം ഹോകയാ. എന്റെ അമ്മ ഹിന്ദിയാ. നിങ്ങളന്ന് ഹിന്ദി മുൻഷിയാവാൻ പോണ? ഹിന്ദി പഠിക്കാതിന് രക്ഷയില്ല അളിയാ. എന്തു പറ്റിയേട്ടാ? അളിയ കഴിഞ്ഞ ദിവസം സാധനം വാങ്ങിക്കാൻ കടയിൽ പോയപ്പോ ഞാൻ വേണ്ട പാടളിയെന്നറിയോ? ചേട്ടാ 2 കിലോ കോഴി. 2 കിലോ മുർഗ चाहिए? वो 2 किलो मुर्गा है, मुर्गी भी है. ചേട്ടാ മുറുക്കല്ല, കോഴി. നമ്മളാ കടിച്ചു പറിക്കണ കോഴി, ചിക്കൻ. മുറുക്കി എന്ന് വെച്ചാ കോഴി, ഹിന്ദിയില് മുറുക്കി, നമ്മളെ നാട്ടില് കോഴി. ആണോ? മുറുക്കുന്ന കോഴിയാണോ? അവൻ 2 കിലോ മുറുക്ക്. ഇതൊക്കെ പോട്ടെ നോക്കിയാടാ. കഴിഞ്ഞ ദിവസം നിശാന്തയുടെ മുടി വെട്ടാൻ പോയപ്പോ ഉള്ള അവസ്ഥ അറിയോ? മലയാളം ഇല്ല, ഓൺലി ഹിന്ദി. പെട്ട്. തോട ഇധർ തോട. ഭായ് ബാക്ക് കട്ടിന് ഇത്രയും വേണം. അതെങ്ങനെ ഇരുന്നോട്ടെ, ഇവിടെ മാത്രം. അരെ ഭായ് ഇത്രയും വെട്ടണ്ട, കുറച്ച് കൊഞ്ചം. മലയാളം ചേടാ. മലയാളം ഇത് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും? ഒരുപാട് വെട്ടണ്ട, നഹി, കുറച്ച് വെട്ടിയാ മതി. താടി കട്ടിങ്. നെയ് ഇത് പോതും. ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ. വീട്ടിൽ തേങ്ങ അടയ്ക്കാൻ വേണ്ടിട്ട് അമ്മ ഒരാളെ ഫോണിൽ വിളിച്ചായിരുന്നു. അപ്പോഴോ, മക്കളെ തെങ്ങിന്റെ മൂട്ടിൽ നിന്ന് കളിക്കാതെ കയറിപ്പോ, മണ്ട തേങ്ങ കരിഞ്ഞിരിക്കുകയാണ്. കയറിപ്പോ എളുപ്പം. കാര്യം മക്കളെ, അച്ഛമ്മരാ ഫോണിങ് എടുത്താണ്. ഹലോ, തേങ്ങ വെട്ടാനൊന്ന് ഇങ്ങോട്ടൊന്ന് വരുവോ? വീട്ടിലോട്ടൊന്ന് വരുവോ? അയ്യോ, ഹിന്ദിയാണോ? മോൻ വച്ചേര്. ഇതിനെക്കാട്ടി ഞാൻ കയറി അടക്കണയാണ് നല്ലത്. അഞ്ജുവേ, നിന്റെ ചാവല് മൊത്തം എന്താ കൗവ കൊത്തിക്കൊണ്ട് പോണു. ഉണ്ണിച്ചേട്ടാ അപ്പൊ ശരി. ഓക്കെടാ. മുഴു ഹിന്ദി അല്ല, മുറി ഹിന്ദിയാണ്. ജീവിക്കാൻ വേണ്ടി പഠിച്ച മുറി ഹിന്ദി. അനൂപിനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.